നമ്മൾ സംസാരിക്കുന്നത് പഞ്ചായത്ത് ജെട്ടിയെ കുറിച്ചാണ്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമയാണ്. എന്നെ ആകർഷിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ മറിമാൻ ടീമിന്റെ ആയതുകൊണ്ടാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മണികണ്ഠൻ പട്ടാമ്പിയും പിന്നെ നമ്മുടെ പാരിജാതനുമാണ്. പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മുടെ സത്യശീലനും പാരിജാതനും കൂടെയാണ് ഇത് കൊച്ചിയിലോട്ടെ കണ്ട് ഈ പേരുകളാണ് എന്റെ മനസ്സിൽ വരുന്നത്. ഇവരാണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. മൊത്തം മറിമാൻ ടീം ഫുള്ള് സെറ്റായിട്ട് തന്നെ ഈ സിനിമയിലുണ്ട്. എന്നാൽ അവർക്ക് ആ മറിമായ സീരിയലിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു മാജിക് ഈ സിനിമയിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു എങ്ങനെയൊക്കെ തട്ടിമുട്ടി അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു പഴയ ഒരു 2000-2005 കാലഘട്ടത്തിലെ കുറെ സിനിമകളെയൊക്കെ ആയിട്ട് നമുക്ക് എസൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷനിലാണ് പോകുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ബോറായിട്ട് തോന്നി. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് വന്നൊരു ഇവരുടെ സിനിമ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഒരു കോമഡി എന്റർടൈനർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കോമഡി ഉണ്ടെങ്കിലും ഇവരുടെ ഒരു ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്യാരിയെ പിടിച്ചിട്ട് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അപ്പം പുള്ളിക്ക് പഴയ പോലെ മറിമായത്തിനകത്തെ പോലെ തഗ്ഗൊന്നും അടിക്കാൻ പറ്റുന്നില്ല. അതൊരു മോശമായ പുള്ളിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് തഗ്ഗടിക്കാനൊക്കെ. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. പിന്നെ സത്യശീലനാണേലും അതും ഒരു കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള കഥാപാത്രം. എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചത് നമ്മുടെ മറിമായം പോലെ നല്ല മൊത്തത്തിൽ ഒരു ഇപ്പൊ ഒരു മറിമായ എപ്പിസോഡ് എടുക്കുന്ന ഏത് സബ്ജക്റ്റാണ് അവർ ചെയ്തതെങ്കിലും അത് പക്കയായിട്ട് അവർ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് കൊണ്ടു നിർത്തുന്നത്. ആ ഒരു എഫക്റ്റ് ഇവരുടെ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റിയില്ല. ഫസ്റ്റ് ഹാഫ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോയെങ്കിൽ സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ ഉണ്ട് ഈ സിനിമ. പിന്നെ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള നല്ല കാസ്റ്റിംഗ് ഉണ്ട്. കാരണം ഇഷ്ടം പോലെ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ മലയാളം സിനിമകൾ പലതും പോലെ 3, 4, 5 പേരല്ല. ആ ഒരു റിച്ച്നെസ് അല്ലെങ്കിൽ നമ്മൾ ഞാൻ 90s കിഡ് ആയതുകൊണ്ട് എനിക്ക് പണ്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് നമുക്ക് സിനിമ കാണുമ്പം അച്ഛനും അമ്മയും കുടുംബം എല്ലാം കാണിക്കണം. അങ്ങനെ ഒരു കുടുംബം എല്ലാം കൂടെ കാണിച്ചു വരുമ്പോൾ എനിക്ക് സിനിമയുടെ തോന്നത്തുള്ളൂ. ആ ഒരു റിച്ച്നെസ് ഈ സിനിമയ്ക്കുണ്ട്. പക്ഷെ ഒരു സ്ക്രിപ്റ്റിന്റെ പോരായ്മ, പിന്നെ ആദ്യത്തെ ഡയറക്ഷൻ ആയതുകൊണ്ട് അതിന്റെ പോരായ്മ, അങ്ങനത്തെ കുറച്ച് പോരായ്മകൾ കാരണമായിരിക്കാം പടത്തിനൊരു ട്രാൻസിഷൻ ഒരു ഫ്ലോ സ്മൂത്ത്നെസ് ഇല്ലാതെ പോയത്. എന്തായാലും നിങ്ങൾക്ക് സിനിമ കാണണമെങ്കിൽ കാണാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. വലിയ മടുപ്പിക്കലൊന്നുമില്ല. പക്ഷെ ഒരിക്കലും മറിമാൻ ടീമിന്റെ ഒരു വിസ്മയം പ്രതീക്ഷിച്ച് സിനിമ കാണില്ലെന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.